എല്ലാവർക്കും നമസ്കാരം. ഭോഗർ ഗുഹയെ പഴനിയിലെ സർവാധിക ആത്മീയ മഹിമയുള്ള സ്ഥാനങ്ങളിൽ ഒന്നായി കരുതുന്നു. മുരുകഭഗവാൻ തന്നെയാണ് ഭോഗർ സിദ്ധരോട് വിഗ്രഹം നിർമ്മിക്കാൻ നിർദ്ദേശിച്ചത്. അത് നടപ്പാക്കാൻ അഗസ്ത്യ മഹർഷിയുടെ മാർഗനിർദ്ദേശവും അനുഗ്രഹവും ലഭിച്ചു. ആദ്യകാലത്ത് പ്രതിഷ്ഠാ വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഗ്രഹം സ്ഥാപിച്ചതിന് ശേഷം ഭോഗർ തൻ്റെ ശിഷ്യനായ പുലിപ്പാണി സിദ്ധർക്ക് പൂജാക്രമങ്ങൾ ഏൽപ്പിച്ചു. അന്ന് ക്ഷേത്രം ലഘുവായൊരു മണ്ഡപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്തർ മല കയറി പാൽ, വെള്ളം, പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം നടത്തി. തമിഴ് സംസ്കൃതികളിൽ പറയുന്നതനുസരിച്ച് സംഘകാലത്ത് തന്നെ പഴനിമല തിരു അവങ്കുടി എന്ന പേരിൽ പ്രശസ്തമായിരുന്നു. മലയുടെ അടിവാരത്തുള്ള തിരുവങ്കുടി പുരക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ 6 പടയവീടുകളിൽ മൂന്നാമത്തേതായി കണക്കാക്കപ്പെടുന്ന പഴനി ക്ഷേത്രം ഇന്ന് ലോകമെമ്പാടുമുള്ള ഭക്തരുടെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. ഭോഗർ സിദ്ധർ നിർമ്മിച്ച ഈ വിഗ്രഹത്തെ പൊതുഭക്തർക്കായി ക്ഷേത്രരൂപത്തിൽ ഒരുക്കിയ കഥ ഇങ്ങനെയാണ്. ഒരു മഹാഭക്തനായ ചേര രാജാവായ ചേരമൻ പെരുമാൾ ഒരിക്കൽ മുരുകനോടുള്ള അതീവ ഭക്തി കൊണ്ട് രാജാവിന് സ്വപ്നത്തിൽ ദണ്ഡായുധപാണി സ്വാമി പ്രത്യക്ഷപ്പെട്ടു. മുരുകൻ പറഞ്ഞു, ഞാൻ പഴനിമലയിൽ നവപാഷാണ രൂപത്തിൽ പ്രതിഷ്ഠിതനായി എൻ്റെ ആരാധന വിശ്വജനങ്ങൾക്ക് ലഭിക്കണം. അതിനായി നീ മലയിൽ ഒരു ക്ഷേത്രം പണിയണം. സ്വപ്നദർശനം ലഭിച്ച രാജാവ് ഉടനെ തന്നെ പഴനിമലയിലെത്തി. അവിടെ ഭോഗർ സിദ്ധർ നിർമ്മിച്ച നവപാഷാണ വിഗ്രഹം കണ്ടു. ആ വിഗ്രഹത്തെ രാജാവ് വലിയ ദൈവിക സംഭാവനയായി ഏറ്റെടുത്തു. ഭോഗരുടെയും പുലിപ്പാണി സിദ്ധരുടെയും സഹായത്തോടെ അദ്ദേഹം വിഗ്രഹത്തിന് ചുറ്റും കല്ല് മണ്ഡപം, ചെറുഗോപുരം, വഴിപാട് മുറി എന്നിവ പണിതു. ഭക്തജനങ്ങൾക്ക് ആരാധന നടത്താനുള്ള സൗകര്യവും ഒരുക്കി. ക്ഷേത്രം പൂർത്തിയാക്കിയ ശേഷം രാജാവ് കുടുംബസമേതം മല കയറി ദണ്ഡായുധപാണിയെ അഭിഷേകം ചെയ്തു. വിഗ്രഹത്തിൽ നിന്നും ഒഴുകിയിരുന്ന പഞ്ചാമൃതവും ജലവും കുടിച്ചപ്പോൾ രാജാവിൻ്റെ ചില രോഗങ്ങൾ മാറി. ഇത് കണ്ട് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. പിന്നീട് രാജാവിൻ്റെ ഉത്തരവാദിത്തത്തിൽ ക്ഷേത്രം തുടർച്ചയായി വികസിച്ചു. പിന്നീട് ചോളരും പാണ്ഡ്യരും നായ്ക്കരും ചേർന്ന് ക്ഷേത്രം വലിയ സമുച്ചയമാക്കി. എങ്കിലും ആദ്യമായി രാജീകമായ ക്ഷേത്രം പണിതതും പൊതുഭക്തർക്കായി തുറന്നു തന്നതും ചേര രാജാവാണെന്ന് വരലാറുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ പഴനി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ചേരന്മാർക്ക് പ്രധാന സ്ഥാനമുണ്ട്. കേരളവുമായി അഗാധമായ ബന്ധം വിഗ്രഹപ്രതിഷ്ഠിക്കുന്നതിലും കാണുവാൻ സാധിക്കും. ഭോഗർ സിദ്ധർ വിഗ്രഹം മലമുകളിൽ സ്ഥാപിക്കുമ്പോൾ പടിഞ്ഞാറോട്ട് നോക്കുന്ന വിധം പ്രതിഷ്ഠ ചെയ്തു. അതായത് മുരുകഭഗവാന്റെ ദൃഷ്ടി കേരളത്തേക്കുള്ള കരുണാനോട്ടമാണ്. മറ്റൊരു വരലാറിൽ പറയുന്നത് ഭോഗർ സിദ്ധർ തന്നെ വിഗ്രഹം കേരളത്തോട്ട് നോക്കുന്ന വിധം സ്ഥാപിച്ചു എന്നാണ്. അതുപോലെ ചില വരലാറുകൾ പ്രകാരം ഒരു കാലത്ത് വിഗ്രഹം ഭക്തർക്ക് ലഭ്യമല്ലാതെ മറഞ്ഞുപോയ അവസ്ഥയുണ്ടായി. മലയിലെത്തുന്നവർക്ക് വിഗ്രഹം കാണാനാകാതെ പോയി. ആരാധന കുറച്ചു കാലം നിലച്ചുപോയി. ഈ സമയത്താണ് ചേര രാജാവിന് സ്വപ്നത്തിൽ മുരുകഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതും മറഞ്ഞുകിടക്കുന്ന വിഗ്രഹം കണ്ടെത്തി പൊതുഭക്തർക്കായി ക്ഷേത്രം പണിയണം എന്ന് ഭഗവാൻ പറഞ്ഞതും. അതിനുശേഷം രാജാവ് വിഗ്രഹത്തെ പൊതുഭക്തർക്കായി ഗ്രഹപ്രതിഷ്ഠയോടെ ക്ഷേത്രരൂപത്തിൽ സ്ഥാപിച്ചു. പിന്നീടാണ് ക്ഷേത്രം ചോളരും പാണ്ഡ്യരും നായ്ക്കരും ചേർന്ന് വിപുലീകരിച്ചത്. വിഗ്രഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് വലിയ ചെവികൾ. പഴനി മുരുകൻ്റെ ചെവി സാധാരണ വിഗ്രഹങ്ങളെക്കാളും വളരെ വലിയതായി പണിതിരിക്കുന്നു. ഇതിന് അർത്ഥം എല്ലാ ഭക്തരുടെയും പ്രാർത്ഥന, അനുശാസനങ്ങൾ, കർമ്മങ്ങൾ ശ്രവിക്കാൻ മുരുകഭഗവാൻ തയ്യാറാണ് എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്. അതുപോലെ ഭോഗർ സിദ്ധ വിദ്യകളിൽ ശരീരത്തിലെ ശ്രവണശേഷി പ്രധാനമാണ്. വിഗ്രഹത്തിൻ്റെ ചെവി വലിയതായത് ശ്രവണശേഷിയിലെ പ്രദർശിപ്പിക്കുന്ന ഒരു ദൈവിക പ്രതീകമായി പറയപ്പെടുന്നു. ചെവികൾ വലിയതായതിനാൽ മനസ്സ് തുറന്ന് ശരിയായ വഴികാട്ടലുകൾ സ്വീകരിക്കാൻ കഴിയുന്ന ദൈവിക ശക്തി പ്രതിഫലിക്കുന്നു. ചില വരലാറുകൾ പറയുന്നത് ഇടതു ചെവി ഭക്തരുടെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു, വലതു ചെവി വിദ്യ, ധ്യാനം, ഔഷധജ്ഞാനം എന്നിവ പ്രതിഫലിപ്പിക്കുന്നു.